വളരെ ശ്രേഷ്ഠതയുള്ള, പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു രാത്രിയാണ് റജബ് ആദ്യത്തെ രാത്രി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 5 രാത്രികൾ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യത ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു രാത്രി റജബിന്റെ ആദ്യത്തെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ആ രാത്രി വളരെ ശ്രദ്ധയോടുകൂടെ വരവേൽക്കുകയും ആ രാത്രിയുടെ പുണ്യങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. എല്ലാ മാസവും ആദ്യത്തെ രാത്രി ചെയ്യേണ്ടതുപോലെ മാസം കാണുകയോ കണ്ടതായി വിവരം ലഭിക്കുകയോ ചെയ്താൽ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖ് ലിമാ തുഹിബ്ബു വതർദാ റബ്ബി വറബ്ബുകല്ലാഹ് ഹിലാലു റുഷ്ദിൻ വഖൈർ എന്ന് പ്രാർത്ഥിക്കണം. സഹാബികളിൽ നിന്നുള്ള ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ ഇതിനുശേഷം സൂറത്തുൽ മുൽക്ക്, സൂറത്തു തബാറക പാരായണം ചെയ്യൽ കൂടി സുന്നത്തുണ്ട് എന്ന് ഫുഖഹാ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന 5 രാത്രികളെ കുറിച്ചുള്ള വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഫൈദുൽ ഖദീറിൽ ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫൈസന്നു ഖിയാമു ഹൗലാഇൽ ലയാലി, അതുകൊണ്ട് ഈ രാത്രികൾ ആരാധനകളെ കൊണ്ട് സജീവമാക്കൽ സുന്നത്താണ്. വതദർഉ വൽ ഇബ്തിഹാലു ഇലല്ലാഹി ഫീഹാ, ഈ രാത്രികളിൽ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും അല്ലാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യൽ സുന്നത്താണ്. വഖദ് കാന സലഫു യുവാദിബൂന അലൈഹി, ഈ രാത്രികളെ ആരാധനകളെ കൊണ്ട് സജീവമാക്കൽ സലഫ് സാലിഹീങ്ങളുടെ പൂർവ്വ സൂരികളുടെ ഒരു പതിവ് ചര്യയായിരുന്നു എന്നും അദ്ദേഹം തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, റജബ് മാസം സമാഗതമായാൽ അത് മറ്റൊരാളെ അറിയിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് പ്രത്യേകമായ പുണ്യമോ പ്രതിഫലങ്ങളോ ഒന്നും ഉണ്ടാകില്ല. റജബ് മാസമായാൽ സാധാരണയായി പ്രചരിക്കപ്പെടുന്ന ഒരു സന്ദേശമുണ്ട്. റജബ് മാസം ആദ്യമായി അറിയിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഹറമാക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇന്ന് നമുക്ക് ലഭ്യമായ ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ഹദീസ് കാണാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു മുഹദ്ദിസ് ഇങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചതായി ആധികാരികതയുള്ള പണ്ഡിതന്മാരാരും വിശദീകരിക്കുന്നുമില്ല. ആ സ്ഥിതിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ട് ഈ ഹദീസ് പ്രചരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ബോധപൂർവം കളവ് പറയുന്നതിന് തുല്യമായിരിക്കും. അത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണേണ്ടതാണ്. ഇത്തരം മെസ്സേജുകൾ പ്രചരിപ്പിക്കുന്നത് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ, എൻ്റെ പേരിൽ ആരെങ്കിലും ബോധപൂർവം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആധികാരികത ബോധ്യപ്പെടാത്ത ഇത്തരം സന്ദേശങ്ങൾ പരസ്പരം കൈമാറി സ്വർഗത്തിന് പകരം നരകം വാങ്ങുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്.